കഴിച്ചവർക്കും പുതിയ വീഡിയോയിൽ സ്വാഗതം. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടെ, ഏതൊക്കെയാലും ഈ ആഴ്ച ഒരുപാടധികം സിനിമകൾ OTT എത്തുന്നുണ്ട്. നിങ്ങളൊരു 2 മിനിറ്റ് സമയം തരുവാണ്, എല്ലാം എന്താ പടയെന്ന് ഞാൻ പറഞ്ഞു തീർത്തരാം. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ സമയം നിങ്ങളെൻ്റെ നേരെ വീഡിയോയിട്ട് കിടക്കാം. ഈ ആഴ്ച മൊത്തം ഇരുന്നാണ് അത്ര OTT സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ആദ്യത്തെ സിനിമ തന്നെയാണ് നമ്മുടെ ഓണം കളറാക്കി ഓണം മൂഡിലിറക്കിയ സാഹസ സിനിമ. ആദ്യം പ്രൈം വീഡിയോ അനൗൺസ് ചെയ്ത് ഏതൊക്കെയാലും അത് മാറ്റി ഇന്ന് ഒക്ടോബർ 1 സിനിമ സൺ നെക്സ്റ്റ് വഴി OTT റിലീസ് നടത്തിയിട്ടുണ്ട്. സിനിമ ചെറിയ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ബിപിൻ കൃഷ്ണയാണ് സിനിമ ഡയറക്റ്റ് ചെയ്ത് ഒരുക്കിയിരുന്നത്. 2.5 to 3 കോടി സിനിമയുടെ ബഡ്ജറ്റ് പറയുന്നത്. കളക്ഷനും ഏകദേശം ആ റേഞ്ചിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയ ഹിറ്റും അല്ല, എന്നാൽ വലിയ ഫ്ലോപ്പ് വരാത്ത രീതിയിലാണ് സിനിമ 100 ഇറങ്ങിയിട്ടുണ്ട്. അടുത്തതാണ് നമ്മുടെ മേനെ പ്യാർ കിയ എന്ന് പറയുന്ന സിനിമ സിംപ്ലി സൗത്ത് വഴി ആൻഡ് ആമസോൺ പ്രൈം വീഡിയോ ഈ 2 സൈറ്റുകളിലും ഇന്ന് ഒക്ടോബർ 1 OTT നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ യൂട്യൂബറായ അർജോയും ഒക്കെ സിനിമയിലൊരു പാർട്ടാണ്. സിനിമൻ്റെ ബഡ്ജറ്റ് ഇതുവരെ ക്ലിയർ അല്ല, പക്ഷേ കളക്ഷൻ 1 കോടിക്കടുത്തേ കിട്ടിയിട്ടുള്ളൂ. അറിയാലോ, പടം ഫെയിലിയർ ആണ്. സൂരജാണ് സിനിമ ഡയറക്റ്റ് ചെയ്ത് ഒരുക്കിയിരുന്നത്. ഏകദേശം ആ സിനിമ 100 ഇറങ്ങിയിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ നയൻതാര നായികയായി ഇറങ്ങിയിരുന്ന അന്നപൂർണി എന്ന സിനിമ. നായിക ഇൻ ദ സെൻസ് പുള്ളിക്കാരി തന്നെയാണ് ഈ സിനിമയിൽ മെയിൻ ലീഡ് കൊണ്ടുപോകുന്നത്. സിനിമ ഇന്ന് Disney+ Hotstarൽ OTT റിലീസ് നടത്തിയിട്ടുണ്ട് ഒക്ടോബർ 1 തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഹിന്ദി പതിപ്പ് മാത്രമേ OTT ഇറങ്ങിയിട്ടുള്ളൂ. കഴിഞ്ഞ ജനുവരി മാസമാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തിയിരുന്നത്. സിനിമ ബോക്സ് ഓഫീസ് ഫെയിലിയർ ആണ്. 5.5 കോടി മാത്രമേ കളക്ഷൻ കിട്ടിയിട്ടുള്ളൂ. നിലേഷാണ് സിനിമ ഡയറക്റ്റ് ചെയ്ത് ഒരുക്കിയിരുന്നത്. അടുത്ത സിനിമയാണ് നമ്മുടെ മദ്രാസി എന്ന് പറയുന്ന സിനിമ. മദ്രാസി നമുക്ക് എല്ലാവർക്കും അറിയാം, ശിവകാർത്തികൻ നായകനെ എത്തി സെപ്റ്റംബർ 5 തിയേറ്ററിലോട്ട് എത്തി AR മുരുകദോസ് ഡയറക്റ്റ് ചെയ്ത പടമാണ് മദ്രാസി. സിനിമയ്ക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസുകൾ കിട്ടിയെങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിൽ ഫെയിലിയർ ആയിരുന്നു. കാരണം സിനിമയ്ക്ക് 150 കോടിക്കടുത്താണ് ബഡ്ജറ്റ്. ബട്ട് കളക്ഷൻ അത് 100 കോടിക്ക് അണ്ടറിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. സിനിമ ഇന്ന് ഒക്ടോബർ 1 ആമസോൺ പ്രൈം വീഡിയോ വഴി OTT റിലീസ് നടത്തിയിട്ടുണ്ട്. അടുത്താണ് വാർ 2 ഒക്ടോബർ 9 OTT വരുന്നത്. ഒക്ടോബർ 9 നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ OTT എത്തുന്നതായിരിക്കും. സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 300-400 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള പടമാണ്. പക്ഷേ സിനിമയ്ക്ക് കളക്ഷൻ 400 കോടിക്ക് അണ്ടറിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആദ്യമൊക്കെ നല്ല കത്തിക്കയറി വന്നെങ്കിലും പയ്യെ കളക്ഷൻ്റെ ട്രാക്ക് അങ്ങ് പോവുകയാണ് ചെയ്ത്. കൂളിൻ്റെ കൂടെ ക്ലാഷ് റിലീസ് ആയിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. സ്പൈ യൂണിവേഴ്സ് പടമാണ്, അറിയായിരിക്കുമല്ലോ. അതാണ് വാർ 2 കാര്യം. അടുത്തതാണ് നമ്മൾ ലാസ്റ്റത്തെ ഇന്നത്തെ OTT റിലീസ് എന്ന് പറയുന്നത് ആഭ്യന്തര കുറ്റവാളി. ആസിഫ് അലി നായകനെ എന്ന പടമാണ്. ഈ സിനിമയെ പറ്റി സത്യം പറഞ്ഞ ഒരു ഇൻഫർമേഷനും ഇല്ല. ഇതിൻ്റെ ബഡ്ജറ്റ് എന്താണെന്നോ കളക്ഷൻ എന്താണെന്നോ ഒന്നിനെ പറ്റി ഒരു ഇൻഫർമേഷൻ കിട്ടുന്നില്ല. സിനിമ ഇറങ്ങിയതും പോയതും പോലും അറിയാത്ത രീതിക്കാണ് സിനിമേൻ്റെ ഫ്ലോ വന്നിരുന്നത്. സിനിമ ഈ വരുന്ന ഒക്ടോബർ 17 ZEE5 വഴി OTT തന്നതായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആവറേജ് റെസ്പോൺസൊക്കെയാണ് സിനിമ കിട്ടിയിരുന്നത്. അത്രയ്ക്കുള്ള OTT റിലീസിന് വേണ്ടി നിങ്ങൾ ആഴ്ച മൊത്തം ഇരുന്ന് രസിച്ച് കണ്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ.